ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ഫ്രോക്കാണ്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ തുണി എന്ന് പറയുന്നത് 1.5 മീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി ഞാൻ ഇതുപോലെ മടക്കിയ ശേഷം നമുക്കിവിടെ ഒരു 17.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഒരു 45-44 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. നീളം ഇതുപോലെ നമുക്ക് ഒരു 50 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബോഡി പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ തുണീനെ അതുപോലെ 4 മടക്കാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് ബോഡി പാർട്ടിന് ലെങ്ത്ത് എത്ര വേണം നോക്കാം. എനിക്കിവിടെ 11.5 ഇഞ്ച് മതിയാവും. പ്ലസ് 1 ഇഞ്ച് കൂട്ടി 12.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വീതി വരുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽ തുമ്പ് അടക്കം 9 ഇഞ്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഫ്രോക്കിൻ്റെ മുകളിലത്തെ പോർഷൻ, അതാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ബാക്കി വരുന്ന തുണിയാണ് സ്കേർട്ടായിട്ട് വരണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാദ്യം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് അളവിൽ നിന്ന് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ 2 നിവർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇറക്കം കിട്ടുന്ന 18 ഇഞ്ചാണ്. അത് നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കുമ്പോഴാണ് നമുക്ക് 18 ഇഞ്ച് കിട്ടുന്നത്. ഇനി ഇവിടുത്തെ ചുരുക്ക് ഇടാനുള്ള വീതി എത്ര കിട്ടുമെന്ന് നോക്കാം. അതിവിടെ എനിക്കൊരു 34 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇറക്കം തികയാത്തവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കാം. കണ്ട, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഞാൻ ഫോൾഡ് ചെയ്തത്. മറ്റത് നീളത്തിൽ മടക്കി ഫോൾഡ് ചെയ്തു. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കുറവാണ് കിട്ടുന്നത്. ഒരു ഇഞ്ച് കുറവ് നമുക്ക് കിട്ടുന്നുണ്ട്. വീതി നമുക്ക് അത്യാവശ്യം മറ്റേതിനേക്കാളും തന്നെ കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇറക്കം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് തുണീനെ മടക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് 18.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കത് മതിയാവും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ബാക്കായിട്ട് നമുക്ക് ചുരുക്കിടാനുള്ള തുണി കിട്ടും. ഇനി അഥവാ നമുക്ക് ഫ്രോക്കിന് ലെങ്ത്ത് കിട്ടുന്നില്ലെങ്കിൽ താഴേക്ക് ഒരു വൈറ്റ് പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുറവ് തുണിയിൽ ഒരു ഫ്രോക്ക് തയ്ക്കുന്നത്. ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 പീസ് ഉണ്ട്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഷോൾഡർ വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഏജ് വരുന്നത് 7 to 8 ഇയേഴ്സ് ആണ്. നെക്കിൻ്റെ വീതി 2.5 ഇഞ്ച് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ വീതി എന്ന് പറയുന്നത് ഒരു 2.25 ഇഞ്ച് കിട്ടും. ഇനി ഇവിടുന്ന് കൈക്കുഴീൻ്റെ ഇറക്കമാണ്. അത് ഞാൻ 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമുക്കൊരു ഷേപ്പ് കൊടുക്കാം. ഇനി ഇവിടുത്തെ വണ്ണം എനിക്ക് 24 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്യുക. അതിൻ്റെ പകുതി വേണം നമ്മൾ, അതിൻ്റെ 4/1, അതായത് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 വേണം ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇറക്കം നമുക്ക് 11.5 ഇഞ്ചാണ് വേണ്ടത്. പ്ലസ് 1 ഇഞ്ച് കൂട്ടി 12.5 ഇഞ്ച്. ഇനി ഇവിടുത്തെ വണ്ണം ഞാൻ ഒരു 6.5 അല്ലെങ്കിൽ 6 ഇഞ്ച് എടുക്കാം. നമുക്ക് ചെസ്റ്റ് റൗണ്ടിൽ കിട്ടുന്ന അളവ് തന്നെ വേണമെങ്കിൽ താഴെയും കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടും കൊടുക്കാം. ഇനി ഇവിടെ തയ്യൽ തുമ്പ് ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തുണി മടക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ചെസ്റ്റ് റൗണ്ട് നമുക്കിവിടെ 6.5 ഇഞ്ചാണ് കിട്ടുന്നത്. പ്ലസ് ഒരു 2 ഇഞ്ച് കൂട്ടി വേണം നമ്മൾ ആദ്യമേ കട്ട് ചെയ്തപ്പോൾ എടുത്തത്. ഇനി നെക്കിന് ഞാൻ ഇവിടെ ഒരു 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒരു യു ഷേപ്പ് കൊടുക്കുകയാണ്. ബാക്ക് നെക്കും ഞാൻ ഇതേപടി മാർക്ക് ചെയ്യാണ്. 2 ഇഞ്ചാണ് കേട്ടോ ബാക്ക് നെക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ളും കട്ട് ചെയ്യാൻ പോവാണ്. സൈഡിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനവിടെ ബട്ടൺസ് വെക്കാനാണ് കേട്ടോ നോക്കണത്. അതെങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് ഞാൻ കാട്ടിത്തരാം. ഇതുപോലൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ കട്ട് ചെയ്തതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു 4 ഇഞ്ചിലും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 സൈഡിലും 4 ഇഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുക.
പോലെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. എന്നിട്ട് മുകളിലേക്ക് ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി രണ്ടിൻ്റെയും നല്ല വശം ചേർത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തു. അതുപോലെ പിന്നെ സ്ലീവും ഇതുപോലെ ഒരു ചെറിയൊരു ചുരുക്കിട്ട ഒരു സ്ലീവ് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ നല്ല വശത്ത് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മറിക്കണേന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇതിന് ഇതുപോലെ റോങ് സൈഡിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. മറ്റേ സൈഡ് നമ്മളത് പുറത്തേക്ക് വേണം മടക്കി വയ്ക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ വേണം വയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ വേണം നമ്മൾ ബട്ടൺസ് വെച്ച് കൊടുക്കേണ്ടത്. അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഞാനിവിടെ സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാട്ടിത്തരാം. അപ്പോൾ ഞാനിതുപോലൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് നെക്കോ അതോ സ്ലീവോ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് കുഞ്ഞ് പീസാണ്. അപ്പോൾ ഞാൻ അതിനെ ഇതുപോലെ ചുരുക്കിട്ടിട്ട് തയ്ച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അരിക് ഭാഗം ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിന് നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് പീസ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുന്നായിട്ട് ഈ ആം ഹോള് നമുക്കൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഞാനൊരു വൈറ്റ് ക്രോസ് പീസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ നെക്കിന് പൈപ്പിംഗ് കൊടുക്കാനാണ്. അപ്പോൾ നെക്കിൻ്റെ അവിടെ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ട് ഞാൻ പൈപ്പിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് പോർഷൻ ഫുള്ളും സ്ലീവും നെക്കും അതുപോലെ ബാക്കിൽ ബട്ടൺസും വെക്കാനുള്ള പ്ലാക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇനി എല്ലാ ബോഡി മെഷർമെൻറ്റ്സും ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ചെസ്റ്റ് റൗണ്ട് എത്ര വരണേന്ന് നോക്കാം. അതുപോലെ വേസ്റ്റ് റൗണ്ടും ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് സൈഡ് ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാം. താഴത്തെ ആ സ്കേർട്ട് പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തിരുന്നു. അതിൻ്റെ നല്ല വശം ചേർത്തിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് ചുരുക്കിടാൻ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു നൂല് വലിക്കുമ്പോൾ നമുക്കിതുപോലെ ചുരുക്ക് വരും. അത് ചുരുക്കിടാൻ അറിയാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ഈ ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇവിടെ നല്ല വശം ചേർത്തിട്ട് വേണം നമ്മൾ ഫ്രോക്ക് ജോയിൻ ചെയ്യേണ്ടത്. കണ്ടോ, ഞാൻ ഇതുപോലെ ചെറിയ ഫ്ലീറ്റ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 സൈഡും ഇതുപോലെ ഫ്ലീറ്റ്സ് വെച്ചു. ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിൽ ടൈ വേണമെങ്കിൽ അത് ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഉള്ളിൽ വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇവിടുത്തെ വേസ്റ്റ് റൗണ്ട് ഒന്ന് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് സ്ലീവിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്. ഇതാർക്കും തയ്യൽ പഠിക്കണവർക്ക് ചെയ്ത് നോക്കാം ഈ ഒരു മോഡൽ.
ഇതിലധികം ബുദ്ധിമുട്ടുള്ള പാറ്റേൺസൊന്നുമില്ല. വെറുതെ ചുരുക്കിട്ടിട്ട് നമ്മൾ തയ്ച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ എനിക്ക് ഇത്തിരിയും കൂടിയും പീസ് തുണി വേണം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു വൈറ്റ് പീസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊരു ലൈനിങ് പീസാണ്. അപ്പോൾ ഇതിനെ ഇതുപോലെ രണ്ടാക്കി മടക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. മടക്കിയ ശേഷം നമുക്ക് 3 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഇഞ്ച് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കണം കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് കൂടി വിട്ടിട്ട് വേണം നിങ്ങളത് കട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഇതിൻ്റെ വീതി എന്ന് പറയണത് ആ തുണീൻ്റെ സ്കേർട്ട് പോർഷൻ്റെ വീതി തന്നെ വേണം ഇവിടെ എടുക്കാൻ. അപ്പോൾ എനിക്കത് ഒറ്റയടിക്ക് ഒരു തുണി കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ 2 പീസായിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ നല്ല വെസ്റ്റായിട്ട് ഈ ഒരു പീസിന് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നൂല് വിടുന്നുള്ളവർക്കാണെങ്കിൽ നമുക്കവിടെ സിക്സാഗ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനെ നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിടാണ് ചെയ്യണത്. അപ്പം നമുക്ക് ആവശ്യത്തിന് ആ ഫ്രോക്കിന് ലെങ്ത്ത് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് തുണി എടുത്തിട്ട് ഇതുപോലെ ഭംഗിയുള്ളൊരു ഫ്രോക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.